ഹലോ, ഇന്ന് ഡേ 2, നാഷണൽ ഡേ ഹോളിഡേ ഡേ 2. ഞങ്ങൾ ഫുജൈറയിലാണുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫുജൈറ ഫോർട്ടിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്രൈം പാർട്ട്നേഴ്സ് മുമ്പൊക്കെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സിൽവർ കളർ എർട്ടിഗയിൽ അങ്ങനെ ഫുജൈറ ഫോർട്ട് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇവരെ കാണാണ്ട് ഒരു 3 പ്രാവശ്യം ആ റൗണ്ട് ബോട്ട് തവാഫ് ചെയ്തു. ഒരു 4 പ്രാവശ്യം കൂടി ആയിരുന്നെങ്കിൽ 7 പ്രാവശ്യം ആയേനെ. ഇതാണ് ഫുജൈറ ഫോർട്ട്. നല്ല നീലാകാശം, ചുവന്ന ഭൂമിയും പച്ച മരമുണ്ട്, പച്ചക്കടലിന് മരം. ഫുജൈറ കോട്ട. ആദ്യം തന്നെ എനിക്ക് ഈ നീലാകാശത്തിന് താഴെ കെട്ടുറപ്പോടെ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കോട്ടയുടെ കുറച്ച് സൊവനീഴ്സ് ഒക്കെ വിൽക്കുന്നതായിരുന്നു നമ്മൾ ആദ്യം തന്നെ കയറുമ്പം കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം AD 1500-നും 1550-നും ഇടയിലാണ് ഫുജൈറ കോട്ട നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഫുജൈറയിൽ ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് കോട്ടകൾ ഉണ്ടെങ്കിലും ഇത് മാത്രമാണ് ഫുജൈറ ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫുജൈറ സിറ്റിയിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. UAE-യിലെ ചരിത്രപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കോട്ട എന്ന നിലക്ക് ഈ ഫോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. ഫുജൈറ ഫോർട്ടിലാണ് ഉള്ളത്. തൊട്ട് നോക്കുമ്പോ നല്ല നമ്മളെ ഇങ്ങനെ ജനലക്കായിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. നാഷണൽ ഡേ പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ. ഇതിന്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡിനോട് നമുക്ക് ചോദിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ. പറന്നു പോവോ അല്ലുവേ? പറന്നു പോവോ? ഇത് മൊത്തം ഈ കോട്ട മൊത്തം സ്റ്റെപ്പുകളാണ് കേട്ടോ. അവിടൊക്കെ ഏരിയാസ് ഉണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയ ഉണ്ട്. ഫോട്ടോഗ്രാഫറും മോഡലും കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ജയിലാണെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ജയിൽ പുള്ളികൾ ഈന്തപ്പഴം അനക്കുകയും ചെയ്യോ? ഇതാണ് കേട്ടോ നമ്മളെ ഗൈഡ്. നമുക്ക് ഗൈഡിനോട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിക്കാം. പ്രിസൺ. ഇതാണ് പ്രിസൺ. ഇതാണ് കേട്ടോ പ്രിസൺ. പ്രാവിന്റെ കൂടൊക്കെ കാണുന്നുണ്ട്. പുരാതന കാലത്തെ പ്രാവുകൾ മുട്ടയിട്ടതായിരിക്കും. പ്രാവുണ്ട്. 1800-ൽ ഈ കോട്ട വഹാബികളുടെ കയ്യേറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അതിനുശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ പ്രാദേശിക ഗോത്രങ്ങളാണ് ഈ കോട്ട തിരിച്ചുപിടിച്ചത്. 1925-ൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിനും ഈ കോട്ട വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഈ കോട്ട അവരുടെ ഇടയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഷെയ്ഖ് 1500 രൂപ കൊടുത്തിട്ടാണ് തിരിച്ചുപിടിച്ചതെന്ന് ചരിത്രം പറയുന്നു. 1998-2000 കാലഘട്ടത്തിൽ ഈ കോട്ടയിൽ റിനോവേഷൻ നടക്കുകയും വിസിറ്റേഴ്സിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ കോട്ട പലതവണ റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. പ്രാദേശികമായി ലഭിക്കുന്ന കല്ലും മണ്ണും ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഈ കോട്ട റിനോവേഷൻ ചെയ്തതെങ്കിലും ഇതിന്റെ ചുമർ ബലപ്പെടുത്താൻ കണ്ടൽ കാടുകൾ അഥവാ മാംഗ്രോവിന്റെ തണ്ടുകളൊക്കെ ഉപയോഗിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഫുജൈറയുടെ സീ ലെവലിൽ നിന്നും ഏകദേശം 20 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിന് മുകളിലാണ് ഈ കോട്ടയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ അറിയാൻ കഴിയും ഈ കോട്ടയുടെ 4 ടവറുകൾക്കും 4 ഉയരമാണുള്ളത്. അത് ഈ കുന്നിന്റെ ഷേപ്പിനോട് ചേർത്തിട്ടാണ് ഈ കോട്ടയുടെ ടവറുകൾ എടുത്തത് കൊണ്ടാണ്. ഫുജൈറ സിറ്റിയുടെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഈ കോട്ടയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രത്തെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു ഫോട്ടോഗ്രാഫി ആഗ്രഹിച്ചു വരുന്നവർക്കും നല്ലൊരു സ്പോട്ടാണ് ഫുജൈറ ഫോർട്ട് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. തണുപ്പ് തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ചുറ്റിൽ നിന്നും വീശുന്നുണ്ടായിരുന്നു. 5 മണി വരെയാണ് കോട്ടയുടെ പ്രവൃത്തി സമയം. അത് കഴിഞ്ഞാൽ കോട്ടയുടെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ അടക്കപ്പെടും. ഈന്തപ്പനയോല മേനെടുത്ത റൂഫാണ് ഈ കോട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ശ്മശാനം. ഇതുണ്ടോ ഫുജൈറയിലെ വാഴത്തോട്ടം? നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ ഇരിക്കുമ്പോ.
നമ്മൾ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നതുകൊണ്ട് കാണുന്ന ആൾക്കാരോടൊക്കെ ഹായ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഫുജേറ ഫോർട്ട് നമ്മൾ മൈക്ക് കൊടുക്കുമ്പോ ഗൈഡ് പേടിച്ചോടുന്നു. ഇത് 4 ടവറുകളാൽ ചുറ്റപ്പെട്ട ഫുജേറ കോട്ടയുടെ മെയിൻ ഹാളാണ്. ഈ ഹാളിൽ മുൻപൊരു കിണറുണ്ടായിരുന്നെന്നും പിന്നീടത് കാലപ്പഴക്കം സംഭവിച്ച് നശിച്ചു പോയെന്നുമൊക്കെ പറയപ്പെടുന്നു. 3 റൗണ്ട് ടവറുകളും ഒരു സ്ക്വയർ ടവറും ഒരു മെയിൻ ബിൽഡിങ്ങുമാണ് ഫുജേറ കോട്ടക്കുള്ളത്. ഈ മെയിൻ ബിൽഡിങ്ങിലാണ് ഡേറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റും പ്രിസണും ഗാർഡ് റൂമും ഒക്കെ വരുന്നത്. ഫുജേറ കോട്ടയുടെ രേഖകൾ അധികമൊന്നും ലഭ്യമല്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ കോട്ടയിൽ താമസിച്ച കുടുംബത്തിൽപ്പെട്ട പുതിയ കാലത്തിന്റെ ഒരു വ്യക്തി ഈ കോട്ടയെക്കുറിച്ച് പഠിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരി ഇരുന്ന സ്ഥലം, ഇവിടുത്തെ തന്ത്രപ്രധാനമായ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം, കോടതി വിധികൾ നടന്ന സ്ഥലം, അതുപോലെ കല്യാണങ്ങൾ നടന്നിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ അറിഞ്ഞതും അറിയാത്തതുമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഫുജേറ കോട്ടയിൽ നിന്ന് ഞങ്ങൾ തൽക്കാലം വിട പറയുകയാണ്. കണ്ടതും കാണാത്തതുമായ ഒരുപാട് കാഴ്ചകൾ ഇനിയുമേറെയുണ്ട്.